എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു കഥ പറയട്ടെ. ഒരിക്കലൊരു രാജ്യത്ത് ഒരു രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു. അതായത് ആ രാജ്യത്തെ കുഞ്ഞുമക്കൾ ഒരു ദിവസം, അതായത് പിറ്റേ ദിവസം രാവിലെ വന്ന് രാജകൊട്ടാരത്തിൽ ഏതൊക്കെ വസ്തുക്കളുമേൽ തൊടുന്നുവോ അതൊക്കെ അവരുടെ സ്വന്തമാണല്ലേ. അങ്ങനെ ഒരു വിളംബരം. ഇത് കേട്ടപ്പോൾ ആ രാജ്യത്തെ പല അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം അവരവരുടെ കുഞ്ഞുങ്ങളെ നാളെ രാവിലെ ഏതൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളുമേൽ കൈവയ്ക്കണം എന്നുള്ള സ്റ്റഡിയാണ്. അതായത് അതൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞ് അത്രയ്ക്കും സമയം ഒരുപാട് നഷ്ടപ്പെടുത്തി. അപ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടി നേരം വെളുത്ത് എല്ലാവരും രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഓടി നടന്ന് പല പല വസ്തുക്കളുമേൽ അവർ മത്സരിച്ച് തൊടുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഒരു കുഞ്ഞ് മാത്രം ഒന്നിൻ്റെ മുകളിലും കൈവച്ചില്ല. അവൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, അല്ലയോ മകനെ, നിനക്ക് എന്താണ്, ഒന്നും ആഗ്രഹമില്ലേ? നീ എന്താണ് ഇതൊന്നും തൊടാതെ മാറി നിൽക്കുന്നത്? അപ്പോൾ ആ കുഞ്ഞ് കുറച്ച് സമയം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു. ഓടി വന്ന് മറുപടി പറയുന്നതിന് മുൻപേ ആ രാജാവിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങയെ സ്വന്തമാക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങയെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങേക്കുള്ളതെല്ലാം എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇത് കഥയാണ് കേട്ടോ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഇത് ഈ ഒരു കഥയായിട്ട് വളരെ റിലേറ്റഡ് ആണ് നമ്മുടെ ജീവിതങ്ങൾ. പലർക്കും എന്തിനോടാണ് പ്രിയോറിറ്റി? നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണല്ലേ? ഒരു പക്ഷേ ഈ കൊച്ചു ബാലന് മനസ്സിലായിട്ടുണ്ടാകും ഇതെല്ലാം രാജാവിൻ്റെ സ്വന്തമാണ്. അതായത് ആ ക്രിയേറ്ററിൻ്റെ, അതായത് ആ സൃഷ്ടാവിൻ്റെ സ്വന്തം. നമ്മുടെ ഒരു മനസ്സിൽ നമ്മൾ സൃഷ്ടാവിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രിയോറിറ്റി സൃഷ്ടവസ്തുക്കൾക്ക് കൊടുക്കുന്നു. അതായത് ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ള നമ്മുടെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം, ആ ഒരു സൃഷ്ടികർത്താവ്, അതിനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആ ഒരു അതിൽ എന്താ പറയുക, ആ ഒരു സൃഷ്ടികർത്താവ് നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും മേൽ നമ്മൾ കണ്ണ് ആദ്യം വയ്ക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾക്ക് ആ ഒരു റിയൽ സത്യമായിട്ടുള്ള ആ ഒരു സത്യദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നത് എന്തിനോടാണ്? നമുക്ക് നല്ല പോലെ ചിന്തിക്കാം അല്ലേ. നമ്മളൊരിക്കലും സൃഷ്ടാവിനെ മറന്ന് നമ്മൾ ജീവിക്കരുത്. ഈ